പാലക്കാട് പഞ്ചായത്ത് തിരിച്ച് പ്രധാനപ്പെട്ട പാലക്കാട് നഗരസഭ പിന്നെയുള്ള മാത്തൂർ കണ്ണാടി അടക്കമുള്ള പഞ്ചായത്തുകൾ തിരിച്ച് എങ്ങനെയാണ് ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടുകളുടെ എണ്ണമെന്ന് പൂജാലക്ഷ്മി വിശദീകരിക്കും. പാലക്കാട് റെക്കോർഡ് വിജയമാണ് രാഹുൽ മാങ്കോട്ടത്തിൽ നേടിയിരിക്കുന്നത്. മുൻപ് ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ ഒരുപാട് ഉയരത്തിലാണിപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിലെ വിജയം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എവിടെയാണ്, ഏതെല്ലാം പ്രദേശത്താണ് ഇത്രത്തോളം വലിയ ഉയർച്ച UDF-ന് ഉണ്ടായിട്ടുള്ളത്? അതോടൊപ്പം തന്നെ LDF-ന്റെയും BJP-യുടെയും സ്ഥിതി ഏത് വിധത്തിലാണ് പാലക്കാട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നഗരസഭയുടെയും വിവിധ പഞ്ചായത്തുകളുടെയും അടിസ്ഥാനത്തിൽ ചെറിയ രീതിയിലൊന്ന് പരിശോധിക്കാം. ആദ്യം പാലക്കാട് എടുത്തു പറയേണ്ടതാണ്. പാലക്കാട് നഗരസഭയിൽ UDF 31,787 വോട്ടുകൾ, NDA 27,197, LDF 16,719. UDF-ന്റെ ലീഡ് എന്ന് പറയുന്നത് 4,590 ഓർക്കണം, BJP-യുടെ ശക്തി കേന്ദ്രമായ ഇടമാണ്. അവിടെയാണ് അപ്രതീക്ഷിത മുന്നേറ്റം UDF നടത്തിയിരിക്കുന്നത്. BJP-യെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് UDF-ന്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ, മറുവശത്ത് LDF-നും ചെറിയൊരു നേട്ടമുണ്ടാക്കാൻ ഈ നഗരസഭയിൽ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കനത്ത തിരിച്ചടിയാണ് BJP അവിടെ നേടിയിരിക്കുന്നത്. പിരായിരി എന്ന് പറയുന്നത് UDF-ന്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. പിരായിരി ഇത്തവണയും കൈവിട്ടിട്ടില്ല. UDF-ന്റേത് 13,464 വോട്ടുകൾ, LDF-ന്റേത് 6,846, ND-യുടേത് 5,342. UDF-ന്റെ ലീഡ് നില എന്ന് പറയുന്നത് 6,618 പിരായിരി UDF-നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് പോലും നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതായിരുന്നു. മാത്തൂരിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും മാത്തൂരും കണ്ണാടിയും എന്ന് പറയുന്നത് LDF-ന്റെ കേന്ദ്രങ്ങളായിരുന്നു. അവിടെയും ഇത്തവണയും ഉയർന്നു നിൽക്കുന്നത് LDF തന്നെയാണ്. LDF 6,926, ND എന്ന് പറയുന്നത് 3,089, UDF 6,529. LDF-ന്റെ ലീഡ് നില എന്ന് പറയുന്നത് 397. അടുത്തത് കണ്ണാടിയിലും LDF ആണ് മുന്നിൽ. LDF-ന്റേത് 6,665, ND-യുടേത് 3,618, UDF-ന്റേത് 6,272 എന്നിങ്ങനെയാണ് വോട്ടുകളുടെ കണക്ക്. LDF-ന്റെ ലീഡ് എന്ന് പറയുന്നത് 393. ചെറിയ ലീഡാണ്. പക്ഷേ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ മാത്തൂരിലും കണ്ണാടിയിലും UDF-ന് ചെറിയ രീതിയിൽ ഒന്ന് നില മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആകെ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെയാണ് UDF-ന്റെ വലിയൊരു വളർച്ച വന്നിട്ടുള്ളത്. പക്ഷേ നഗരസഭാ കണക്കുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ BJP-യെ സംബന്ധിച്ച് പാലക്കാട് കനത്ത തിരിച്ചടിയാണ്.